മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത ചിത്രമാണ് ബ്രഹ്മയുഗം. 2024 മമ്മൂട്ടി രാഹുൽ സദാശിവൻ കോംബോ മലയാളിക്ക് സമ്മാനിച്ചൊരു സർപ്രൈസാണ് ഈ ചിത്രം. വ്യത്യസ്തമായ ഹൊറർ മൂവികളായി നിറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. ഇന്നും മലയാളി പ്രേക്ഷകർ റീവൈൻഡ് അടിച്ച് കാണുന്ന ഒരുപാട് കൾട്ട് ക്ലാസിക് ഹൊറർ ചിത്രങ്ങളുണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ. മലയാളം സിനിമയിലെ കുറച്ച് ഹൊറർ മൂവീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വഴിയെ, 2 യൂട്യൂബ് ബ്ലോഗേഴ്സ് ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലം ഡോക്യുമെന്ററി ചെയ്യാൻ പോവുകയാണ്. അവിടെ വെച്ച് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ഫൗണ്ട് ഫുട്ടേജ് ചിത്രമാണ് വഴിയെ. ടൊറന്റോ ഇൻഡി ഹൊറർ ഫെസ്റ്റിൽ സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം കൂടിയാണിത്. യൂഷ്വൽ ഹൊറർ ചിത്രങ്ങളിൽ നിന്ന് ഈ ചിത്രത്തിന്റെ ആക്ടിങ്ങും ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയെല്ലാം വളരെ ബിലീവബിളും റിയലിസ്റ്റിക്കുമാണ്. കഥ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി സ്കേറി ആൻഡ് ക്രീപ്പി ആവാൻ തുടങ്ങും. പ്രേക്ഷകനെ മുഴുവനായി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ത്രില്ലർ മിസ്റ്ററി ഹൊറർ ചിത്രമാണിത്. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്. അപരിചിതൻ, കെയർ ഫ്രീ ആയി നടക്കുന്ന 3 ഫ്രണ്ട്സ് കോളേജിൽ ഒരു ഇഷ്യൂ മൂലം അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് തന്ത്രിക് മാജീഷ്യനും ഓജ ബോർഡും ചെയ്യുന്ന ഒരു വുമൺ സൈക്കാട്രിസ്റ്റിന്റെ വീട്ടിൽ ഇവർ താമസിക്കുകയാണ്. അവിടെ വെച്ച് ഇവർ 3 പേരും ഓജോ ബോർഡ് കളിക്കുകയും അൺവാണ്ടഡ് സ്പിരിറ്റുകളെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഈ സ്പിരിറ്റുകൾ ഇവരുടെ ജീവിതത്തിലെ പാർട്ടാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. മലയാളത്തിലെ വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് സസ്പെൻസ് ഹൊറർ ചിത്രമാണ് അപരിചിതൻ. ചിത്രത്തിന്റെ പ്ലോട്ട് ട്വിസ്റ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. മമ്മൂട്ടി, കാവ്യ മാധവൻ എന്നിവരാണ് ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ. 2004 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ മെയിൻ തീം റിവോൾവ് ചെയ്യുന്നത് ഓജ ബോർഡ്, സ്പിരിച്വലിസം എന്നീ കൺസെപ്റ്റിലാണ്. ഈ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇന്ദ്രിയം, ഒരു ഗ്രൂപ്പ് ഓഫ് ആന്ത്രോപോളജി സ്റ്റുഡൻസ് മുത്തവനം എന്നൊരു ഉൾക്കാട്ടിലേക്ക് അവിടുത്തെ ട്രൈബൽ ലൈഫിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് ഒരു വിദ്യാർത്ഥി അബദ്ധവശാൽ നീലി എന്നൊരു പ്രേതത്തെ അഴിച്ചുവിടുകയാണ്. ഇതുമൂലം ഒരു കലാപം തന്നെ ആ പ്രദേശത്തുണ്ടാവുകയാണ്. അവിടെ വന്നിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും നീലി കൊന്നൊടുക്കുന്നു. 2000 പുറത്തിറങ്ങിയ ഈ ഹൊറർ മിസ്റ്ററി ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ആമസോൺ പ്രൈമിലും കാണാവുന്നതാണ്. ഭൂതകാലം, 2024 മലയാളിയെ ഞെട്ടിച്ച ചിത്രമാണ് ബ്രഹ്മയുഗം. ഈ മൂവിയുടെ ഡയറക്ടറായ രാഹുൽ സദാശിവനാണ് ഈ ചിത്രവും ചെയ്തിട്ടുള്ളത്. ആശയും തന്റെ മകൻ വിനുവും ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ജോലിയില്ലായ്മ കൊണ്ട് വിനു ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വിനു മദ്യപാനവും പുകവലിയും തുടങ്ങുന്നു. തന്റെ മകന്റെ ജോലിയില്ലായ്മ ആശയെ മെന്റലിയും ഫിസിക്കലിയും തകർക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ 2 പേരും അല്ലാണ്ട് മറ്റൊരാൾ കൂടി ഈ വീട്ടിലുണ്ടെന്നുള്ള തോന്നൽ വിനുവിന് വരികയാണ്. തുടക്കത്തിൽ ഇത് വിനുവിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ആശ വിനുവിനെ കൗൺസിലറിനെ കാണിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതേ ഫീലിംഗ് ആശയ്ക്കും ഉണ്ടാകുന്നു. ഈ വീടിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുകയാണ്. മൂവിയുടെ ആക്ടിങ്ങും ചിത്രത്തിൻ്റെ കഥയ്ക്ക് കൊടുക്കുന്ന ബിൽഡപ്പ് ഇസ് വെരി ഇൻറ്റൻസ്. വളരെയധികം റിയലിസ്റ്റിക്കും ബിലീവബിളുമായിട്ടുള്ള ഹൊറർ സീക്വൻസുകളാണ് മൂവിയിലുള്ളത്. മൂവിയുടെ അവസാനത്തെ ഒരു 10 മിനിറ്റ് ഏതൊരു പ്രേക്ഷകനെയും പേടിപ്പിച്ച് കളയും. ഈ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.